Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KTU BTech Mathematics ഗ്രൂപ്പ് ബി ആൻഡ് സി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻസ് ആണ്. മൊഡ്യൂൾ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് y ഡാഷ് മൈനസ് 6y ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്, ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇതിന്റെ അതുകൊണ്ട് ഈ 0 ആയ കാരണം നമ്മൾ ഹോമോജീനിയസ് സൊല്യൂഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ തന്നിരിക്കുന്ന ഇക്വേഷന്റെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? y ഡബിൾ ഡാഷ് എന്ന് പറയുന്നതിനെ എം സ്ക്വയറിന്റെ റിപ്ലേസ് ചെയ്തു y ഡാഷ് എം മൈനസ് 6y എന്നുള്ളത് 6 ആയിട്ടും കോൺസ്റ്റന്റ് എം മൈനസ് 6 ആയിട്ടും എഴുതി. അപ്പോൾ ഓക്സിലറി ഇക്വേഷൻ എം സ്ക്വയർ പ്ലസ് എം മൈനസ് 6 ഈക്വൽ ടു 0. ഇതിന്റെ ഇക്വേഷന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എം പ്ലസ് 3 ഇൻറ്റു എം മൈനസ് 2 ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം ആഡ് ചെയ്യുമ്പോൾ പ്ലസ് 1ഉം സബ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 6ഉം വരണം. അപ്പോൾ 3ഉം മൈനസ് 2 ആയിരിക്കും ആ വാല്യൂസ്. അപ്പോൾ ഇത് എം പ്ലസ് 3 ഈക്വൽ ടു 0 വരുമ്പോൾ എം ഈക്വൽ ടു മൈനസ് 3 കിട്ടും. എം മൈനസ് 2 ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ എം ഈക്വൽ ടു 2 വരും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓക്സിലറി ഇക്വേഷന്റെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ 2 ആൻഡ് മൈനസ് 3 ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു c1 e റേസ് ടു 2x പ്ലസ് c2 e റേസ് ടു മൈനസ് 3x ആയിരിക്കും. അതായത് തന്നിരിക്കുന്ന ഇപ്പോൾ ഓക്സിലറി ഇക്വേഷന്റെ റിസൾട്ട് റൂട്ട്സ് m1 m2 എന്നുള്ള ഫോർമാറ്റിലാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ജനറൽ സൊല്യൂഷൻ c1 e റേസ് ടു m1x പ്ലസ് c2 e റേസ് ടു m2x ആണ്. ഇവിടെ m1 2ഉം m2 മൈനസ് 3 ആയിട്ടാണ് നമ്മൾ കൺസിഡർ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സൊല്യൂഷൻ ഇങ്ങനെ വന്നത്. ഇപ്പൊ ഇതിന്റെ ഓർഡർ മാറിയാലും പ്രശ്നമൊന്നുമില്ല. c1 e റേസ് ടു മൈനസ് 3x പ്ലസ് c2 e റേസ് ടു 2x എന്ന് എഴുതിയാലും ആൻസർ കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find Röntgen corresponding to the solution of y double dash plus 3y dash plus 2y equal to 0. നമ്മൾ റോങ്കസ്കെയിൻ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? ആദ്യം നമ്മുടെ ഫസ്റ്റ് തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്നും ഓക്സിലറി ഇക്വേഷൻ എടുത്തിടുക, അതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ എം സ്ക്വയർ പ്ലസ് 3m പ്ലസ് 2 ആണ് ഓക്സിലറി ഇക്വേഷൻ. ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മൈനസ് 1ഉം മൈനസ് 2ഉം ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ത് വരും? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് c1 e റേസ് ടു മൈനസ് എക്സ് പ്ലസ് c2 e റേസ് ടു മൈനസ് 2x ആയിരിക്കും. അപ്പോൾ അതിൽ ആക്ച്വലി കോംപ്ലിമെന്ററി ഫംഗ്ഷനെ നമ്മൾ c1 y1 പ്ലസ് c2 y2 എന്നാണ് ജനറൽ ഫോർമുല. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ y1 എന്ന് പറയുന്നത് e റേസ് ടു മൈനസ് എക്സും y2 e റേസ് ടു മൈനസ് 2x ആണ്. ഇപ്പോൾ റോങ്കസ്കെയിൻ കാണണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ ഡിറ്റർമിനന്റ് y1 y2 y1 ഡാഷ് y2 ഡാഷ് ആണ്. ഇപ്പോൾ y1 y2 കിട്ടിയ കാരണം നമുക്ക് y1 ഡാഷ് y2 ഡാഷ് കണ്ടുപിടിക്കാം. അതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. e റേസ് ടു മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് e റേസ് ടു മൈനസ് എക്സ് വരും. e റേസ് ടു മൈനസ് 2xന്റെ ഡെറിവേറ്റീവ് മൈനസ് 2 e റേസ് ടു മൈനസ് 2x ആണ്. അപ്പോൾ ഈ വാല്യൂസ്, ഈ 4 വാല്യൂസും അതേ ഓർഡറിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? e റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു മൈനസ് 2 e റേസ് ടു മൈനസ് 2x എന്ത് വരും? മൈനസ് 2 e റേസ് ടു മൈനസ് 3x മൈനസ് മൈനസ് ഓഫ് അല്ലെ മൈനസ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസും ചേർന്ന് പ്ലസ് ആവും. e റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു e റേസ് ടു മൈനസ് 2x ദാറ്റ് ഈസ് e റേസ് ടു മൈനസ് 3x. ഇത് നമ്മൾ മൈനസ് 2 e റേസ് ടു മൈനസ് 3x പ്ലസ് e റേസ് ടു മൈനസ് 3x എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് e റേസ് ടു മൈനസ് 3x ആണ് തന്നിരിക്കുന്ന ഇക്വേഷന്റെ റോങ്കസ്കെയിൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു sec x ബൈ ദ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ. നമുക്ക് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ വെച്ചിട്ട് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഓക്സിലറി ഇക്വേഷൻ എഴുതണം. ഓക്സിലറി ഇക്വേഷൻ എന്ത് വരും? എം സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 വരും. എം സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 1, എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ ആണ്. അതായത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇത് കോംപ്ലക്സ് നമ്പർ ആണ് അല്ലേ? കോംപ്ലക്സ് നമ്പർ വന്നാൽ e raised to real part into c1 cos beta plus c2 sin beta, e raised to alpha plus or minus beta ആയി വരുമ്പോഴാണ് ആ ഫോമാറ്റ്. ഇവിടെ ആൽഫ 0 ആണ്, അതുകൊണ്ടാണ് e raised to 0 എഴുതിയിരിക്കുന്നത്. ബീറ്റ എന്ന് പറയുന്നത് ഐയുടെ കോഎഫിഷ്യന്റ് 1 ആണ്. അപ്പോൾ c1 cos x plus c2 sin x, ബീറ്റ 1 ആയ കാരണമാണ് cos x ഉം sin x ഉം വന്നത്. sin beta x എന്നായിരുന്നു അതിന്റെ ഇക്വേഷൻ. അപ്പോൾ e raised to 0 ഉം 1 ആണ്. അപ്പോൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ c1 cos x plus c2 sin x ആണ്. അപ്പോൾ y1 cos x ആണ്, y2 sin x ആണ്. y1 ഡാഷ് മൈനസ് sin x, y2 ഡാഷ് cos x. റോങ്കസ്കെയിൻ കാണുമ്പോൾ y1 y2 y1 ഡാഷ് y2 ഡാഷ് ദാറ്റ് ഈസ് cos x sin x മൈനസ് sin x cos x. ഡിറ്റർമിനന്റ് കാണുമ്പോൾ cos സ്ക്വയർ x മൈനസ് മൈനസ് പ്ലസ് sin സ്ക്വയർ x which is equal to 1. അപ്പോൾ ഇത് നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? y1 u പ്ലസ് y2 v ആണ്.
ഇതിൽ യുവും വിയും നമുക്ക് കണ്ടുപിടിക്കണം. യു എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ മൈനസ് ഇന്റഗ്രൽ y ടു ആർ ഓഫ് എക്സ് ബൈ ഡബ്ല്യു ഡി എക്സ് ആണ്. അതായത് y2 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് സൈൻ എക്സ് ആണ്. സൈൻ എക്സ് ആർ ഓഫ് എക്സ് ക്വസ്റ്റ്യനിലെ ആർ എച്ച് എസിന്റെ സൈഡിൽ കിടക്കുന്ന ഫംഗ്ഷൻ ഏതാണോ അത്, ദാറ്റ് ഈസ് ഇവിടെ സീക്ക് എക്സ് ആണ്. സൈൻ എക്സ് ഇൻറ്റു സീക്ക് എക്സ് ഡിവൈഡഡ് ബൈ ഡബ്ല്യു നമുക്ക് 1 ആണ് കിട്ടിയത് ഇൻറ്റു ഡി എക്സ്. സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ 1/cos ആണ്, സൈൻ ബൈ കോസ് ടാൻ ആണ് അല്ലേ. അപ്പൊ ടാനിക്ക് പോണ്ട, നമുക്ക് ഇങ്ങനെ ഇരിക്കഴിഞ്ഞാൽ തന്നെ യു എന്ന് പറയുന്നത് സൈൻ എക്സ് കോസ് എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് സൈൻ എക്സ് ഡി എക്സ്. അപ്പൊ നമുക്ക് എന്ത് വരും, ഇത് ഇന്റഗ്രൽ ഡി ടി ബൈ ടി വരും. യു അല്ലെങ്കിൽ ടി ഏതെങ്കിലും ഒരു വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. അപ്പൊ ഇതിന്റെ ഇന്റഗ്രൽ ലോഗ് ടി ആണ്. ടി എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ ലോഗ് കോസ് എക്സ് ആണ്. പിന്നെ അതുപോലെ വി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ y1 ആർ ഓഫ് എക്സ് ബൈ ഡബ്ല്യു ഡി എക്സ് ആണ്. y1 എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്, ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ് ആണ്, w1 ദാറ്റ് ഈസ് കോസും സീക്കും സീക്ക് എന്ന് പറഞ്ഞാൽ 1/cos ആണ്. അപ്പൊ ക്യാൻസൽ ചെയ്തിട്ട് b ഈക്വൽ ടു എക്സ് കിട്ടും. ഓക്കെ, ദെൻ yp പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും, കോസ് എക്സ് y1 ഇൻറ്റു യു പ്ലസ് y2 ഇൻറ്റു വി ആണ്. അപ്പോൾ കോസ് എക്സ് ലോഗ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു എക്സ്. അപ്പോൾ ജനറൽ സൊല്യൂഷൻ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ്. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു, c1 cos x plus c2 sin x. പർട്ടിക്കുലർ സൊല്യൂഷൻ cos x log cos x plus x sin x. ഇതാണ് അതിന്റെ ലാസ്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് d square minus 16i into y equal to 3.2 e raised to 4x plus 15 e raised to x. നമ്മൾ ആദ്യം അതിന്റെ ഓക്സിലറി ഇക്വേഷൻ എടുത്ത് എഴുതി, എം സ്ക്വയർ മൈനസ് 16 ഈക്വൽ ടു 0. അപ്പോൾ എം എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 4 വരും. അപ്പോൾ ഡിസ്റ്റിങ് റൂട്ട് ആണ്. അപ്പോൾ ഹോമോജീനിയസ് ഇക്വേഷൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ c1 e raised to 4x plus c2 e raised to minus 4x ആണ്. ഇനി നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ കാണണം. പർട്ടിക്കുലർ സൊല്യൂഷൻ കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട് ആർ എച്ച് എസിൽ. ഒരു ഫംഗ്ഷൻ എക്സ്പോണൻഷ്യൽ ആണ്, ഒരു ഫംഗ്ഷൻ അനദർ ഫംഗ്ഷനും എക്സ്പോണൻഷ്യൽ ആണ്. അപ്പോൾ നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷനെ രണ്ടെണ്ണത്തിന്റെ സം ആയിട്ട് എഴുതാം, yp1 of x plus yp2 of x. yp1 of x റിലേറ്റഡ് ടു 3.2 e raised to 4x ന്റെ കറസ്പോണ്ടിങ്ങും yp2 of x 15 e raised to x ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിരിക്കും. അപ്പൊ yp1 of x നെ ഞാൻ എങ്ങനെ എഴുതി, c3x e raised to 4x എന്ന് എഴുതാം. കാരണം ഓൾറെഡി ഇവിടെ ഒരു e raised to 4x കിടക്കുന്നുണ്ട്. അതിനെ ഞാൻ c1 എന്നുള്ള കോഎഫിഷ്യന്റ് ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് ഞാൻ c2 അല്ലെങ്കിൽ c3 e raised to 4x എഴുതാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടി ഒരു x മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. e raised to minus 4x ഓൾറെഡി ഉണ്ട്, ഇവിടെ e raised to x ആണ്. e raised to x ന്റെ ടേം ആദ്യമായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് എനിക്ക് c4 എന്ന് മാത്രം എഴുതിയാൽ മതി, x മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഇനി yp1 of x എടുത്ത് എഴുതി, അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടു, ദെൻ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടു. അതുകൊണ്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ കാണുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ d സ്ക്വയർ, അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ ഉണ്ട് ടേം. ദെൻ yp ഡാഷ് ഓഫ് x നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ടാണ് ഓരോന്നും കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ c3x e raised to 4x ന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം, x ഇൻറ്റു e raised to 4x ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ x ഇൻറ്റു e raised to 4x ഇൻറ്റു 4, e raised to 4x ന്റെ ഡെറിവേറ്റീവ് അത് തന്നെ ഇൻറ്റു x ന്റെ കോഎഫിഷ്യന്റ് 4 വരും, പ്ലസ് e raised to 4x x ന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു 1. ഇതിൽ നിന്ന് ഇതാണ് yp ഡാഷ് ഓഫ് x. ഇനി yp ഡബിൾ ഡാഷ് ഓഫ് x കാണുമ്പോൾ വീണ്ടും ഇവിടെ ഒരു പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം, അതാണ് ഈ റിസൾട്ട്. ഇതിൽ നിന്ന് 4 ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 16x e raised to 4x plus 4 e raised to 4x plus 4 e raised to 4x എന്ന് വന്നു. അപ്പോൾ ഈ രണ്ട് ടേം നമുക്ക് ആഡ് ചെയ്യാം, രണ്ടും സെയിം ടേം തന്നെയാണ്. അപ്പോൾ 8 e raised to 4x എന്ന് വരും. അപ്പോൾ നമുക്ക് yp ഫസ്റ്റ് പർട്ടിക്കുലർ സൊല്യൂഷന്റെ ഓരോ ടേമും നമുക്ക് കിട്ടി. ഈ കിട്ടിയ റിസൾട്ട് എല്ലാം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. അതുപോലെ yp2 of x ഉം yp2 ഡാഷും yp2 ഡബിൾ ഡാഷും കണ്ടു. c4 e raised to x ആണ്, yp2 അതിന്റെ ഡെറിവേറ്റീവ് എടുത്ത് അത് തന്നെ വരും. സെയിം ആൻസർ തന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവിലും സെക്കൻഡ് ഡെറിവേറ്റീവിലും വരും. ഇനി നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ y ഡബിൾ ഡാഷ് മൈനസ് 16y ഈക്വൽ ടു 3.2 e raised to 4x ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പർട്ടിക്കുലർ സൊല്യൂഷൻ yp1 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ കണ്ട എക്സ്പ്രഷനോട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി, മൈനസ് 16 ഇൻറ്റു yp1 എഴുതി ഈക്വൽ ടു 3.2 e raised to 4x. c3 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, 16 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് e raised to 4x ന്റെ ടേംസ് മാത്രം ക്ലബ് ചെയ്ത് എഴുതി. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ
എക്സ് 3 ഇവിടെ e raised to 4 ഇവിടെ ഈ രണ്ട് ടേമും ക്യാൻസൽ ആയി പോകും അല്ലേ 16c3x മൈനസ് 16c3x ക്യാൻസൽ ആയി പോകും 8c3 e raised to 4x ആണ് 3.2 e raised to 4x അതായത് കമ്പയർ ചെയ്യുമ്പോൾ 8c3 equal to 3.2 or c3 equal to 0.4 ആണ് അപ്പോൾ c3യുടെ വാല്യൂ കിട്ടി ഇനി സെക്കൻഡ് ഇക്വേഷൻ അതായത് ഈ ഗ്രൂപ്പ് ഓഫ് ഇക്വേഷൻസ് നമ്മുടെ തന്നിരിക്കുന്ന ഇക്വേഷനിലെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ yp2 double dash minus 16 yp2 equal to 15 e raised to x ലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ് അപ്പോൾ yp2 double dash c4 e raised to x ആണ് yp2 e raised to c4 e raised to x ആണ് ഈ minus 16 ഉണ്ട് രണ്ട് ഒരേ ടേം ആയി കാരണം നമുക്ക് minus 15 c4 e raised to x equal to 15 e raised to x വരും 15 കട്ടായി e raised to x കട്ടായി അപ്പോൾ c4 equal to minus 1 വരും അപ്പോൾ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പർട്ടിക്കുലർ സൊല്യൂഷൻ്റെയും സം ആണ് വിച്ച് ഈസ് ഈക്വൽ ടു c3 എന്ന് പറയുന്നത് 0.4x e raised to 4x മൈനസ് c4 എന്ന് പറയുന്നത് മൈനസ് e raised to x ആണ് ജനറൽ സൊല്യൂഷൻ y of x എന്ന് പറഞ്ഞാൽ ഹോമോജിനിയസ് സൊല്യൂഷൻ പ്ലസ് പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് which is equal to c1 e raised to 4x plus c2 e raised to minus 4x plus 0.4x e raised to 4x minus e raised to x. Clear? Next, solve d square minus 16y equal to 15 e raised to x plus x square. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പർട്ടിക്കുലർ സൊല്യൂഷനിലേക്ക് മുമ്പ് ഹോമോജീനിയസ് സൊല്യൂഷൻ കണ്ടുപിടിക്കണം അതിന് ഓക്സിലറി ഇക്വേഷൻ എഴുതണം ഓക്സിലറി ഇക്വേഷൻ എഴുതുമ്പോൾ എം സ്ക്വയർ മൈനസ് 16 ഈക്വൽ ടു 0 വരും എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4 വരും കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ സൊല്യൂഷൻ c1 e raised to 4x plus c2 e raised to minus 4x ആണ് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സൊല്യൂഷൻ്റെയും സം ആണ് അപ്പോൾ കറസ്പോണ്ടിങ് ടു 15 e raised to x ന് കറസ്പോണ്ടിങ് ആയിട്ട് yp1 എന്ന് പറഞ്ഞാൽ എന്ത് വരും e raised to x അല്ലേ അപ്പോൾ k e raised to x yp1 dash k e raised to x yp2 k e raised to x വരും then yp1 double dash minus 16 yp1 equal to 15 e raised to x ആണ് അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ k യുടെ വാല്യൂ k yp1 double dash k e raised to x minus 16 k e raised to x equal to 15 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ k minus 1 വരും അപ്പോൾ yp1 of x minus e raised to x വരും ഇനി yp2 എന്ന് പറയുന്നത് x സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ട് കാണാം x സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതാം kx സ്ക്വയറിന് സ്റ്റാർട്ട് ചെയ്യും പിന്നെ എക്സ് പിന്നെ കോൺസ്റ്റന്റ് ആ ഓർഡറിലാണ് പോവുക അപ്പോൾ അതിനനുസരിച്ച് കോൺസ്റ്റന്റ് വേരി ചെയ്യും k2 x സ്ക്വയർ പ്ലസ് k1 x പ്ലസ് k0 ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2k2x പ്ലസ് k1 സെക്കൻഡ് ഡെറിവേറ്റീവ് 2k2 ഈ മൂന്ന് വാല്യൂസ് തന്നിരിക്കുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ അതായത് നമ്മുടെ yp2 ഡബിൾ ഡാഷ് മൈനസ് 16 yp2 ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ നമുക്ക് k2 ഈക്വൽ ടു മൈനസ് 1/16 വരും ഈ yp2 ഡബിൾ ഡാഷും yp2 ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു എന്നിട്ട് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാണ് അപ്പോൾ 6 സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഒരു ടേമേ ഉള്ളൂ എക്സ് സ്ക്വയറിന്റെ LHS ദാറ്റ് ഈസ് മൈനസ് 16 k2 ആണ് RHS അതോ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണ് അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ k2 എന്ന് പറഞ്ഞാൽ എന്ത് വരും മൈനസ് 1/16 വരും ഇനി എക്സിന്റെ കോഎഫിഷ്യന്റ് നോക്കുമ്പോൾ k1 0 വരും കോൺസ്റ്റന്റ് ടൈം ഇക്വേറ്റ് ചെയ്യുമ്പോൾ k0 മൈനസ് 1/128 വരും അപ്പോൾ k1ഉം k0ഉം k2ന്റെയും വാല്യൂസ് yp2 കൊടുത്തപ്പോൾ yp2 എന്ന് പറയുന്നത് മൈനസ് 1/16 k² മൈനസ് 1/128 വന്നു അപ്പോൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ y എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് സൊല്യൂഷനും പർട്ടിക്കുലർ സൊല്യൂഷനും സം ചെയ്ത് എഴുതുക ഹോമോജീനിയസ് സൊല്യൂഷൻ എന്ന് പറയുന്നത് c1 e raised to 4x plus c2 e raised to minus 4x yp1 എന്ന് പറഞ്ഞാൽ മൈനസ് e raised to x മൈനസ് 1/16 x² മൈനസ് 1/128 ഇതാണ് ഇതിന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ തന്നിരിക്കുന്ന ഇക്വേഷന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ റിസൾട്ട് ആണ് നെക്സ്റ്റ് സോൾവ് y ട്രിപ്പിൾ ഡാഷ് പ്ലസ് y ഡാഷ് ഈക്വൽ ടു 0 ഈക്വൽ ടു 0 ആയ കാരണം ഇത് ഹോമോജീനിയസ് ഇക്വേഷൻ ആണ് അപ്പോൾ ഓക്സിലറി ഹോമോജീനിയസ് സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മതി അപ്പോൾ ഓക്സിലറി ഇക്വേഷൻ എന്ത് വരും m ക്യൂബ് പ്ലസ് m ഈക്വൽ ടു 0 m ഔട്ട്സൈഡ് എടുത്താൽ m into m സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 അപ്പോൾ എന്തൊക്കെ വാല്യൂസ് വരാം എമ്മിന് 0 വരാം അല്ലെങ്കിൽ m സ്ക്വയർ ഈക്വൽ ടു മൈനസ് 1 ദാറ്റ് ഈസ് m ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് i വരാം അപ്പോൾ ഡിഫറെന്റ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ m ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് i ആണ് ഇനി m ഈക്വൽ ടു 0ന്റെ സൊല്യൂഷൻ എന്ത് വരും c1 e raised to 0x വരും അല്ലെ ദാറ്റ് ഈസ് c1 വരും m ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് i വരുമ്പോൾ
മൂന്ന് വാല്യൂസ് കൺസിഡർ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് സൊല്യൂഷൻ e raised to 0x into c1 cos x plus c3 sin x. ഇത് പ്ലസ് ഓർ മൈനസ് ഐ അല്ലേ, കോംപ്ലക്സ് നമ്പർ അല്ലേ. കോംപ്ലക്സ് നമ്പർ ആകുമ്പോൾ ഇ റേസ് ടു റിയൽ പാർട്ട് ഇൻറ്റു എക്സ് സി ടു കോസിൻ്റെയും സൈൻ്റെയും തീറ്റയുടെ ഭാഗത്ത് ഇമാജിനറി പാർട്ട് ഇടുക. ഇവിടെ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ 1 അല്ലേ, അപ്പോൾ 1 ഇൻറ്റു എക്സ് കോസ് എക്സ് സൈൻ ഇൻറ്റു 1 ഇൻറ്റു എക്സ് സൈൻ എക്സ്. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു c1 പ്ലസ് c2 cos x പ്ലസ് c3 sin x. ഇവിടെ m ഈക്വൽ ടു 0 നമുക്ക് കിട്ടിയത് c1 ആണ്, അതാണ് ഇവിടെ c1. ഇവിടെ m ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐക്ക് കറസ്പോണ്ടിങ് ആണ് c2 cos x പ്ലസ് c3 sin x. അപ്പോൾ ഇതാണ് ഇതിന്റെ ഹോമോജീനിയസ് സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ഇതിൽ എത്ര ക്വസ്റ്റ്യൻസ്, 6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 2 ക്വസ്റ്റ്യൻ പാർട്ട് എയിലും 4 ക്വസ്റ്റ്യൻ പാർട്ട് ബിയിലും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് മൊഡ്യൂൾ 2 നിന്നാണ്. ഹോമോജീനിയസ് സൊല്യൂഷൻസ് സോൾവ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്, പിന്നെ ഹോമോജീനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്, പിന്നെ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുണ്ടായിരുന്നത്. നമ്മുടെ സിലബസ് ഫുൾ കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത്. എല്ലാം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നിങ്ങൾക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.